ആർക്കാണ് CT കാൽസ്യം സ്കോറിംഗ് ചെയ്യുന്നത്, ഏത് പ്രായത്തിലാണ് ചെയ്യുന്നത്? CT കൊറോണറി ആൻജിയോഗ്രാമിനെയും കൊറോണറി കാൽസ്യം സ്കോറിംഗ് പറ്റി നമുക്ക് മനസ്സിലാക്കാം. CT കൊറോണറി ആൻജിയോഗ്രാം എന്ന് പറഞ്ഞാൽ CT സ്കാനാണ് ഇതിൽ പ്രധാനമായും യൂസ് ചെയ്യുന്നത്. നമ്മൾ രോഗികളുടെ ശരീരത്തിലേക്ക് റേഡിയോ അയഡിൻ എന്ന് പറഞ്ഞ ഡൈ ഇഞ്ചെക്റ്റ് ചെയ്ത് ഹാർട്ടിന് ചുറ്റുമുള്ള രക്തക്കുഴലുകളിൽ ആ ഡൈ നിറയുമ്പോൾ CT സ്കാൻ എടുക്കുകയാണ് ചെയ്യുന്നത്. ആ ഡൈയിൽ രക്തക്കുഴലിൻ്റെ അകത്തുള്ള ബ്ലോക്കുകളെ പറ്റി നമുക്ക് പഠിക്കാൻ സാധിക്കുന്നതാണ്. അങ്ങനെ ബ്ലോക്ക് ഉണ്ടോ എന്ന് മനസ്സിലാക്കാവുന്നതാണ്. ഇത് ആർക്കാണ് നമ്മൾ CT കൊറോണറി ആൻജിയോഗ്രാം പ്രധാനമായും യൂസ് ചെയ്യുന്നത്? ഡോക്ടറുടെ ഇനിഷ്യൽ ഇവാലുവേഷനിൽ സംശയകരമായ കൊറോണറി ആർട്ടറി ഡിസീസ് ഡോക്ടർ സംശയിക്കുന്നു. എന്നാൽ രോഗിയുടെ പ്രായം, രോഗിയുടെ ബാക്കിയുള്ള ഘടകങ്ങൾ കൊറോണറി ആർട്ടറി ഡിസീസ് ഡെവലപ്പ് ചെയ്യുന്നതിനുള്ള സാധ്യത കുറവാണ്. അങ്ങനെയുള്ള രോഗികൾക്ക് നമ്മൾ ഒരു ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് കയ്യിലൂടെ ആ കൊറോണറി ആൻജിയോഗ്രാം ഒഴിവാക്കി CT കൊറോണറി ആൻജിയോഗ്രാം ചെയ്യുന്നത് രോഗികൾക്ക് വളരെ സൗകര്യപ്രദവും വളരെ പെട്ടെന്നുള്ള റിസൾട്ടും നൽകുന്നതാണ്. ഈ രോഗികൾക്ക് CT കൊറോണറി ആൻജിയോഗ്രാമിൽ എന്തെങ്കിലും കാര്യമായ അബ്നോർമാലിറ്റി കണ്ടെത്തിയാൽ മാത്രമേ ബാക്കിയുള്ള ചികിത്സയുടെ ആവശ്യമുള്ളൂ. അതായത് സംശയകരമായ കൊറോണറി ആർട്ടറി ഡിസീസ് ഉള്ള രോഗികൾക്ക് അവ ഉണ്ടോ എന്ന് പ്രധാനമായും മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ഒരു സ്ക്രീനിങ് ടൂളായിട്ട് CT കൊറോണറി ആൻജിയോഗ്രാം നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇതിൽ എല്ലാ 40 വയസ്സുള്ള ആൾക്കാർക്കും CT കൊറോണറി ആൻജിയോഗ്രാം എന്നുള്ളൊരു കൺസെപ്റ്റ് പലയിടത്തായി പറഞ്ഞു കേൾക്കുന്നുണ്ട്. എന്നാൽ അങ്ങനെ ഒരു റെക്കമെൻഡേഷൻ എങ്ങുമില്ല. ഡോക്ടർ നോക്കിയ ശേഷം സംശയകരമായ ഉള്ള ആളുകൾക്ക് മാത്രമേ CT കൊറോണറി ആൻജിയോഗ്രാം ആവശ്യമുള്ളൂ. ഇനി നമുക്ക് CT കാൽഷ്യം സ്കോറിനെ കുറിച്ച് മനസ്സിലാക്കാം. എന്താണ് CT കാൽഷ്യം സ്കോർ? ഇതിലും CT തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിൽ റേഡിയോ ഒപേക് ഡൈ യൂസ് ചെയ്യുന്നില്ല. ഏകദേശം 1 മിനിറ്റിൽ താഴെ മാത്രം നമ്മളൊരു രോഗിയെ CT സ്കാനറിൽ കിടത്തി അവരുടെ ഹൃദയത്തിൻ്റെ രക്തക്കുഴലുകൾ മുകളിലുള്ള കാൽസ്യത്തിൻ്റെ അളവ് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിൽ രക്തക്കുഴലുകളിൽ എങ്ങനെയാണ് ഈ കാൽസ്യം വരുന്നത്? ഇതിൽ അതിറോസ്ക്ലെറോട്ടിക് കാർഡിയോവാസ്കുലർ ഡിസീസ്, ഹൃദയത്തിൻ്റെ ധമനികളിലുള്ള ബ്ലോക്കിൻ്റെ പ്രാരംഭാവസ്ഥയിൽ തന്നെ നമുക്ക് ഈ കൊറോണറി ആർട്ടറി ഡിസീസ് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും വിത്തൗട്ട് ഗിവിങ് എ ഡൈ എന്നുള്ളതാണ് ഈ CT കാൽഷ്യം സ്കോറിങ്ങിൻ്റെ പ്രാധാന്യം. ആർക്കാണ് CT കാൽഷ്യം സ്കോറിങ് ചെയ്യുന്നത്, ഏത് പ്രായത്തിലാണ് ചെയ്യേണ്ടത്? പ്രധാനമായും നമുക്ക് പുരുഷനും സ്ത്രീയും എന്ന് തിരിക്കാം. പുരുഷന് പ്രധാനമായും പാരമ്പര്യമായി കൊറോണറി ആർട്ടറി ഡിസീസ് ഉള്ള ആൾക്കാർ, അവർ ഒരു 35-40 വയസ്സിനിടയ്ക്ക് ഒരു CT കൊറോണറി കാൽഷ്യം ചെയ്യുന്നത് നല്ലതാണ്. എന്നാൽ പാരമ്പര്യമായി യാതൊന്നുമില്ല, ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റീസ് ഇവയൊക്കെ ഉള്ളവർക്ക് 45 മുതൽ 50 വയസ്സ് വരെ തുടങ്ങാവുന്നതാണ് CT കാൽഷ്യം സ്കോറിങ്. ഇത് സ്ത്രീകൾക്ക് യഥാക്രമം 40-ഉം 55 വയസ്സിന് മേലുള്ളതാണ്. CT കാൽഷ്യം സ്കോർ ചെയ്യുന്നതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്? CT കാൽഷ്യം സ്കോർ നമ്മൾ ചെയ്യുമ്പോൾ അതൊരു നമ്പറായിട്ടാണ് കാൽഷ്യം നമുക്ക് കിട്ടുക. അത് 0 മുതൽ 0, 100-ന് താഴെ, 400-ന് താഴെ, 400-ന് മുകളിൽ എന്നിങ്ങനെ 3ആയിട്ട് തിരിച്ചാൽ 0 CT കാൽഷ്യം സ്കോറുള്ള ആൾക്കാർക്ക് അവർക്ക് പിന്നീട് ഭാവിയിലേക്ക് ഹാർട്ട് അറ്റാക്കോ വരാനുള്ള ഒരു റിസ്ക് വളരെ കുറവാണ്. 1% താഴെ മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ളവർക്ക് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ, അത് എക്സസൈസ്, നല്ല ഡയറ്റ് ഇവ മാത്രമേ ആവശ്യമുള്ളൂ. എന്നാൽ 100 വരെ ഉള്ളതോ 100-ന് മേലെ ഉള്ള ആൾക്കാർക്ക് ചെറിയ തോതിലുള്ള കൊളസ്ട്രോളിൽ അവർക്ക് ഈ കൊറോണറി ആർട്ടറി ഡിസീസിൻ്റെ പ്രാരംഭ ദിശയിലാണെന്ന് പറയാം. പിന്നെ പ്രാരംഭ ദിശയിൽ എത്തുന്ന ആൾക്കാർക്ക് നമ്മൾക്ക് ഈ അതിറോസ്ക്ലെറോസിസ് എന്ന് പറയുന്ന ബ്ലോക്കിലേക്ക് നയിക്കുന്ന ആ പ്രോസസ്സ് തുടങ്ങി. എന്നാൽ അത് പൂർണ്ണമായി തോതിൽ അസുഖമായി പരിണമിച്ചിട്ടില്ല. അപ്പോൾ അവർക്ക് നമുക്ക് അസുഖത്തിൻ്റെ പാത മോഡിഫൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണയായി ഈ സ്റ്റാറ്റിൻ ഗുളികകൾ, അതായത് കൊളസ്ട്രോളിൻ്റെ ഗുളികകൾ കൊടുക്കും. അവരുടെ ഡയറ്റ് വളരെ ഹാർട്ട് ഹെൽത്തി ഡയറ്റ്, മെഡിറ്ററേനിയൻ ഡയറ്റ്, ലോ സോൾട്ട് ഡയറ്റ് അവർക്ക് നമ്മൾ അഡ്വൈസ് ചെയ്യുകയും എക്സസൈസ് അഡ്വൈസ് ചെയ്യും. എന്നാൽ 100-ന് മേലെയുള്ള ആൾക്കാർ 100 മുതൽ 400 വരെയുള്ള ആൾക്കാർ മോഡറേറ്റ് റിസ്കിലേക്കാണ് വരുന്നത്. അവർക്ക് തീർച്ചയായും അവർക്ക് കൊളസ്ട്രോളിൻ്റെ ഗുളിക അത്യാവശ്യമാണ്. അവരുടെ അസുഖം അത് കുറച്ച് അഡ്വാൻസ്ഡ് സ്റ്റേജിലേക്ക് കടന്നു. എന്നാൽ അതൊരു പൂർണ്ണ തോതിലുള്ള അസുഖമാണെന്ന് പറയാനായിട്ടില്ല. അവിടെ നമ്മൾ കൃത്യമായും കൊളസ്ട്രോളിൻ്റെ ഗുളിക കഴിക്കേണ്ടതാണ്. ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ വരുത്തേണ്ടതാണ്. സർവേലൻസ് ആവശ്യമാണ്. അതായത് വീണ്ടും തുടർച്ചയായിട്ടുള്ള CT സ്കാനുകൾ, CT കാൽഷ്യം സ്കോറിങ് 3 വർഷത്തിലൊരിക്കലോ 5-7 വർഷത്തിലൊരിക്കലോ അവരുടെ റിസ്ക് അനുസരിച്ച് ഡോക്ടർ നിർദ്ദേശിക്കുന്ന പ്രകാരം ചെയ്തു നോക്കേണ്ടതാണ്.
എന്നാൽ 400 മേലെയുള്ള ആൾക്കാർ ഹൈ റിസ്ക് ആണ്. എന്താണ് ഹൈ റിസ്ക്? ഈ ഹൈ റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കിട്ടുന്ന നമ്പർ ഒരു നമുക്ക് ഭാവിയിലേക്ക് ഹൃദയാഘാതം ഉണ്ടാകാമോ എന്ന് പ്രെഡിക്റ്റ് ചെയ്യുന്നുണ്ട്. ആ പ്രിഡിക്ഷനിൽ നമുക്കൊരു പെർസെൻറ്റേജ് ഓഫ് റിസ്ക് കിട്ടുന്നുണ്ട്. ഇപ്പം അവൈലബിൾ ആയിട്ടുള്ള ഓൺലൈൻ കാൽക്കുലേറ്റേഴ്സിൽ നമ്മൾ ഈ ഇൻഫർമേഷൻ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഇപ്പം ഞാനൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 58 വയസ്സുള്ള ഒരു പുരുഷൻ ഒരു കാൽസ്യം സ്കോർ 400 മേലെ വരുന്നെന്ന് വിചാരിക്കുക. അദ്ദേഹത്തിൻ്റെ ഒരു 10 വർഷത്തേക്ക് ഹാർട്ടിന് ഒരു അറ്റാക്ക് ഉണ്ടാകാനുള്ള റിസ്ക് ഏകദേശം ഒരു 15 മുതൽ 20% വരെയാണ്. ഈ 10 വർഷത്തിനുള്ളിൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാനുള്ള റിസ്ക്. ഈ റിസ്കിനെ നമുക്ക് മോഡിഫൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്രോപ്രിയേറ്റ് മെഡിസിൻസ് കൊണ്ട്. അതാണ് ശരിക്കും CT കാൽസ്യം സ്കോറിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ CT കാൽസ്യം സ്കോറിംഗ് 400 മേലെയുള്ള എല്ലാവർക്കും ആൻജിയോഗ്രാം ആവശ്യമാണോ, ആൻജിയോപ്ലാസ്റ്റി ആവശ്യമാണോ എന്നുള്ളതാണ് പ്രധാനമായും ഇപ്പോൾ ഉരുത്തിരിയാൻ സാധ്യതയുള്ള ചോദ്യം. തീർച്ചയായും കൃത്യമായ ഉത്തരമാണ് ഇതിന് ആൻജിയോഗ്രാമോ ആൻജിയോപ്ലാസ്റ്റിയോ കാൽസ്യം സ്കോർ 400 കൊണ്ട് മാത്രം ആവശ്യമില്ല. ഇത് രോഗിക്ക് നെഞ്ചുവേദന ഉണ്ടാവുകയോ അല്ലെങ്കിൽ ട്രെഡ്മിൽ ടെസ്റ്റ് പേഷ്യൻ്റ് TMTക്ക് വിധേയനാക്കിയ ശേഷം ഇദ്ദേഹത്തിന് ഹൈ റിസ്ക് ആയിട്ടുള്ള ബ്ലോക്കുകൾ ഉണ്ട് എന്ന് TMTയിൽ കണ്ടെത്തുകയോ ചെയ്താൽ മാത്രമേ ആൻജിയോഗ്രാമും തുടർന്ന് ആൻജിയോപ്ലാസ്റ്റിയോ ബൈപ്പാസോ പോലുള്ള ചികിത്സകളിലേക്ക് പോകുന്നുള്ളൂ. CT കാൽസ്യം സ്കോർ ഒരു സ്ക്രീനിങ് ടെസ്റ്റാണ്. അത് നമുക്ക് കൃത്യമായ മരുന്നുകൾ കൊടുക്കാനുള്ള ഒരു അഡ്വാൻറ്റേജ് നമുക്ക് നൽകുന്നുണ്ട്. രോഗികൾക്ക് പിന്നീട് ഭാവിയിലേക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രോബ്ലംസ് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതിന് കൃത്യമായ ട്രീറ്റ്മെൻറ്റും ടെസ്റ്റുകളും ഇടവേളകൾ നടത്താനും നമുക്കത് എനേബിൾ ചെയ്യുന്നുണ്ട്.